ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും എൻ്റെ ഏട്ടൻ്റെ മമ്മിയുടെ സ്പെഷ്യലാണ്. മമ്മി ഇതിനെ കപ്പ കറി എന്നൊക്കെ വിളിക്കും, പക്ഷേ ഇതൊരു കറിയൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ചെറിയ കപ്പ ബിരിയാണി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പച്ചക്കപ്പ, 1/2 കിലോ ബീഫ് ചെറുതായി കട്ട് ചെയ്തത്, അരമുറി തേങ്ങ ചിരകിയത്, അതിലേക്ക് നമുക്ക് ഒരു 5-6 ചെറിയ ഉള്ളി വേണം, പിന്നെ ഒരു 6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, 2 ഉണക്കമുളക്, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. പിന്നെ അതുപോലെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇതിലേക്ക് നമുക്ക് എണ്ണയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കപ്പ കട്ട് ചെയ്യുന്ന രീതിയാണ്. ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് വേണം കപ്പ ഇതിനു വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കരുത്. എല്ലാ കപ്പയും നമുക്കിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ നമ്മുടെ കപ്പയെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് ഒരു 5-6 വിസിൽ വേവിച്ചെടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് അല്ലെങ്കിൽ ബീഫിൻ്റെ വേവിനൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ വരാം. എന്തായാലും ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇനി ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കപ്പി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും, ചുമന്ന മുളക്, വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാറ്റി വെച്ച് ബാക്കിയുള്ള മഞ്ഞൾപ്പൊടിയും ഇറച്ചി മസാലയും അതുപോലെ മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ബാക്കി ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ വെന്ത ബീഫ് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ കുക്കറിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയിട്ട് മാറ്റി വെച്ച മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട്, പിന്നെ കപ്പ വേവുവാൻ ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം ഒഴിച്ചൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 2-3 വിസിൽ, അതായത് ഒരുപാട് കപ്പ വെന്ത് ഉടഞ്ഞു പോകാതെ ആവശ്യത്തിന് വേവുന്ന രീതിയിൽ കുക്കറിലിട്ട് നമുക്ക് ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത കപ്പ നമുക്ക് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കപ്പയും അതുപോലെ നമ്മൾ വേവിച്ച് മാറ്റി വച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടിയ ബീഫും അരച്ചു വച്ചിരിക്കുന്ന തേങ്ങാ മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടിയിൽ പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തെടുക്കണം.
കാരണം ഇത് നമ്മൾ കുറച്ചൊരു ലിക്വിഡ് പോലെയാണ് എടുക്കുന്നത്. ഒരുപാട് ഡ്രൈ അല്ല, ഒരുപാട് വെള്ളമല്ല, അതുപോലെയാണ് നമുക്ക് വേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കുറുകിയ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് ഇത് ഡ്രൈ ആയി പോകരുത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് അടുപ്പിൽ വയ്ക്കാൻ വേണ്ടി. ഇനി നമുക്കിത് ഒറ്റ വിസിൽ മാത്രം, ചെറുതിയിൽ ഒരു വിസിൽ മാത്രം വേവിച്ചെടുക്കാം. കാരണം നമ്മളിത് ഓൾറെഡി കപ്പയും ബീഫും ഒക്കെ വേവിച്ചാണ്, പിന്നെ ഈ അരപ്പ് മാത്രം ഇതിനകത്ത് പിടിച്ചാൽ മതി. ഇനി നമുക്കിത് ഒരു വിസിൽ നിന്ന് വേവിച്ചെടുത്തിട്ട് വരാം. കുക്കറിൽ ഒരു വിസിലൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മമ്മിയുടെ സ്പെഷ്യലായിട്ടുള്ള ഈ കപ്പക്കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ബീഫും കപ്പയും കൊണ്ടുള്ള ഈ സ്പെഷ്യൽ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ പുതിയ റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.